എല്ലാ മാന്യ പ്രേക്ഷകർക്കും മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിന്റെ ഈ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനൽ 15 ആഴ്ചകൾ താണ്ടി ഈ 16ാം വീക്കിൽ വന്ന് നിൽക്കുകയാണ്. നമ്മുടെ ഈ യാത്ര തുടങ്ങിയപ്പോൾ 14 മ്യൂസിക്കൽ വൈസ് ആണ് ഇവിടെ മത്സരിച്ചത്. ഇപ്പോൾ ഈ റൗണ്ടിൽ 7 മ്യൂസിക്കൽ വൈസ് ആണ് മത്സരിക്കുന്നത്. അവരുടെ വാശിയേറിയ 2 റൗണ്ടുകളായിട്ടുള്ള മത്സരമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന് അവരുടെ മത്സരത്തിന് വിധി എഴുതാനുള്ള വിധികർത്താക്കളെ സ്വാഗതം ചെയ്യാനുള്ള സമയമാണ്. നമുക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം മധുമഞ്ജരി ഒപ്പം ആശാ ശരത്. പൊന്നാവണിപ്പാടം തേടി ഇല്ലാവയിൽ ചേക്കേറുന്നേ കുറുങ്കുഴൽ മുഴങ്ങും മുഴക്കം മനസ്സിലും വിതയ്ക്കും. പൊന്നാവണിപ്പാടം തേടി ഇല്ലാവയിൽ കുഞ്ഞാറ്റകൾ നമ്മളൊരു പൊളി പൊളിക്കുന്നു. അങ്ങനെ മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനൽ ഫിനാലയുടെ അരികിലെത്തി. ക്ലൈമാക്സ് റൗണ്ടാണ് ഇത്. കഴിഞ്ഞ് ഇനി ഫിനാലെ. മത്സരട്ടാ ഫിനാലെ ഇങ്ങെത്തി. എന്താണ് നമ്മുടെ മത്സരത്തെ പറ്റി പറയാനുള്ളത്? ഇപ്പൊ ഫിനാലയിലേക്ക് ഇന്നിപ്പോ ഇവിടുന്ന് ഔട്ടായി പോവുകയാണെങ്കിൽ തന്നെ, എലിമിനേറ്റ് ആയി പോവുകയാണെങ്കിൽ തന്നെ അവരാരും വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ ഇതുവരെ നല്ല എത്രയോ തവണ ഗോൾഡൻ ബസർ വാങ്ങിച്ചു. എനിക്ക് മിക്കവരും അതിലുള്ള ഇപ്പോൾ ഉള്ള എല്ലാവരും തന്നെ ഗോൾഡൻ ബസർ വാങ്ങിച്ച സിംഗേഴ്സാണ്. അപ്പോൾ അവർക്ക് നല്ല കഴിവുണ്ടെന്നാണല്ലോ എൻ്റെ ഒരു അർത്ഥം. അവർ പ്രൂവ് ചെയ്തിട്ടുള്ള സിംഗേഴ്സാണ്. ഡെയിൻ, ശരിക്കും നമ്മളൊരു ഫാമിലി ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ ഫാമിലി മെമ്പേഴ്സിനെ വേർതിരിച്ച് കാണാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇവരൊക്കെ നമ്മളോട് നെഞ്ചോട് ചേർന്നിരിക്കുന്നവരാണ്. അതിൽ ഒരാളെ സെലക്ട് ചെയ്യാന്ന് പറയുന്നതും അവർക്ക് മാർക്ക് ഇടാന്ന് പറയുന്നതും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മളെല്ലാവരും പ്രേക്ഷകരും ഞങ്ങളും വളരെ ആകാംക്ഷാഭരിതരായിട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ആരായിരിക്കും നന്നായി പാടാൻ പോണേ, ആരായിരിക്കും ജയിക്കുക എന്നുള്ളത്. സോ എല്ലാവർക്കും ഒരു ഓൾ ദ ബെസ്റ്റ്. ഇന്നും അവർക്ക് പഠിച്ചത് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയട്ടെ, പ്രാക്ടീസ് ചെയ്ത പോലെ പാടാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. എൻ്റെ മനസ്സിൽ ഇവരെല്ലാവരും വിജയികളാണ്. വാശിയേറിയ മത്സരം നമ്മൾ ആരംഭിക്കുകയാണ്. പക്ഷേ ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ 3 പേരല്ലേ ഇന്ന് വിധികർത്താക്കളായിട്ടുള്ളത്. നിങ്ങൾ 3 പേരും വന്ന്, അതും പ്രത്യേകിച്ച് ഫിനാലിക്ക് മുമ്പുള്ള ഒരു എപ്പിസോഡിൽ 3 പേര് മാത്രം ഇരുന്ന പ്രേക്ഷകർക്ക് അയ്യോ ഇവർക്ക് ആർക്കും കൂട്ടില്ലല്ലോ. സാധാരണ ഉണ്ടാവാറുണ്ടല്ലോ. ഞാൻ അങ്ങ് മുംബൈ നിന്നാണ് ആളെ ഇറക്കിയത്. ആണോ? നോക്കത്താ ദൂരത്ത് കണ്ണും നട്ടിരുന്നപ്പോഴാണ് ഈ ആളെ നാദിയ ചേച്ചി. നാദിയ ചേച്ചി. നാദിയ മൊയ്തു.
Musical vibe. Mega finale. Musical vibe. മാം, ഞങ്ങൾ കണ്ണും നട്ടും കാത്തിരിക്കായിരുന്നു മാമിനെ ഈ ഒരു വേദിയിൽ കാണാനായിട്ട്. എത്ര നാൾ കാത്തിരുന്നു അല്ലേ ചേച്ചി? തീർച്ചയായിട്ടും കാത്തിരിക്കുകയായിരുന്നു. കുറച്ച് ആഴ്ചകൾക്ക് മുന്നേ പറയണ്ടായിരുന്നു നദിയ മാം വരുന്നുണ്ടെന്ന്. അതെ, എനിക്കറിയാം. രാകേഷ് എന്നെ കുറേ വിളിച്ചിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഷൂട്ട് കാണും അല്ലെങ്കിൽ ഒരു ട്രാവൽ പ്ലാൻ കാണും. പക്ഷെ ഞാൻ പറഞ്ഞു ഈ പ്രാവശ്യം ഡെഫിനറ്റ്ലി ഞാൻ വരാമെന്ന്. സോ ഐ എം വെരി ഹാപ്പി ടു ബി ഹിയർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഞങ്ങൾ 1000 കണ്ണുമായി കാത്തിരിക്കായിരുന്നു മാമിന് ഈ ഒരു വേദിയിൽ കാണാൻ വേണ്ടി. അപ്പോൾ മാം, ഒരുപാട് സന്തോഷം മ്യൂസിക്കൽ വൈഫിന്റെ ഈ ഒരു മെഗാ ഫൈനലിന്റെ വേദിയിൽ മാമിനെ ഞങ്ങളുടെ കൂടെ ഇങ്ങനെ കാണാൻ സാധിച്ചതിൽ. എന്താണ് നമ്മുടെ ഒരു ഷോയെ പറ്റി പറയാനുള്ളത്? മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി കൂടുതലും നമ്മൾ കണ്ടിരിക്കുന്നത് പെണ്ണുങ്ങൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വീട്ടുകാര്യങ്ങളും പിന്നെ അവർക്കുള്ള ഹോബീസും ഒന്നും അവർക്ക് പെർസ്യൂ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇറ്റ്സ് എ വെരി ഗുഡ് പ്ലാറ്റ്ഫോം. അപ്പോൾ എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ അഫ്കോഴ്സ് ഇവർക്ക് ഇവരുടെ ഫാമിലി സപ്പോർട്ട് ഇല്ലാതെ ഒട്ടും പറ്റില്ല. അപ്പോൾ ഇറ്റ്സ് നൈസ് ടു സീ ഈ ഫാമിലി സപ്പോർട്ട് കൂടി അവർക്ക് ഇവിടെ വന്ന് ഇങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റുന്നതും ആ ഒരു കോൺഫിഡൻസും ഒരു സെൽഫ് വർത്ത് വരൂല്ലേ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പം ഒരു കോൺഫിഡൻസ് വരുന്ന. അതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ ഗുണം ഇതിന്റെ. ഐ തിങ്ക് ഇറ്റ്സ് എ ഫാബുലസ് ഷോ. കോൺഗ്രാറ്റുലേഷൻസ്. ഫിനാലേക്ക് തൊട്ട് മുമ്പുള്ള എപ്പിസോഡാണ്. അപ്പൊ ഇന്നത്തെ മത്സരത്തിലൂടെ നമുക്കറിയാം ആരൊക്കെയാണ് ഫൈനലിസ്റ്റുകളായിട്ട് വരുന്നതെന്ന്. അപ്പൊ എന്തായാലും ഇന്ന് നമ്മുടെ മത്സരാർത്ഥികൾക്ക് എല്ലാവർക്കും സപ്പോർട്ട് നൽകാനായി വന്ന മാമിന് ഒരുപാട് നന്ദി. താങ്ക് യു. ഞാനും എക്സൈറ്റഡ് ആണ് എല്ലാരും കേൾക്കാനായിട്ട്. ഓക്കെ മത്സരട്ടാ, അങ്ങനെ കാത്ത് അതെ. മാം ഇവിടെ എത്തിയിരിക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? ഞാൻ എന്താ പറയാ, കുട്ടിക്കാലം പോലെ വലിയ ഫാനാണ്. അതെ, നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട് അതിൽ ആ വികൃതിയായിട്ടുള്ള ആ ഒരു ക്യാരക്ടറില്ലേ, അതെ, അതാണ് എപ്പോഴും എന്റെ മനസ്സിലുള്ളത്. ആ വികൃതി മാറിയിട്ടൊന്നും ഇല്ല, ഇപ്പോഴും അത് തന്നെയാണ്. ഓക്കെ മഞ്ജരി, ഈ മധുചേട്ടൻ പറഞ്ഞ പോലെ ആ കഥാപാത്രം ഗേളി എന്ന് പറഞ്ഞ കഥാപാത്രം അന്നേ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കഥാപാത്രം. കാരണം ആ ഒരു ബോൾഡ് ബബ്ലി ആയിട്ടുള്ളൊരു ഗേൾ അല്ലേ. ഇപ്പം നമ്മളൊക്കെ ആ ഒരു കൗബോയിഷ് ആ ഒരു സമയത്തുള്ള സ്കൂളിലൊക്കെ പഠിക്കുമ്പം അതുപോലെ ആവണം, അതുപോലെയൊക്കെ നടക്കണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓടിച്ചാടി മരം കയറിയൊക്കെ നടക്കുന്ന ഒരു പ്രായം. അപ്പം ചേച്ചിയായിരുന്നു ഞങ്ങളുടെയൊക്കെ ഒരു ഇൻസ്പിറേഷൻ. എന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ കുഞ്ഞിലേ കാണുന്നതാണ്. ചേച്ചി ഓൾറെഡി അത് അഭിനയിച്ച് കഴിഞ്ഞു. അപ്പം അതൊക്കെ കണ്ടിട്ടുള്ള കുറേ ഇൻസ്പയറിംഗ് മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്, ഇങ്ങനെ റോസാപ്പൂ പറിക്കാൻ പോകുന്നതും ഒക്കെ. അപ്പം ഞാൻ എയർപോർട്ടിൽ വെച്ചാണ് ആദ്യമായിട്ട് ചേച്ചി കാണുന്നത്. എന്നിട്ട് ഞാനിങ്ങനെ ഷോക്കായി നിന്നുപോയി ആദ്യം കണ്ടിട്ട്. എന്ന് വെച്ചാൽ അതുപോലെ ഞാൻ നോക്കി നിൽക്കും. ഞാൻ ഇപ്പോഴും ആ കണ്ണും ചിരിയൊക്കെ എനിക്ക് ഭയങ്കര ഞാൻ ഇപ്പോഴും ആ ഗേളി ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഞാൻ പറയാ, ഞാൻ നിങ്ങൾക്ക് അസൂയ വരും. ഞാൻ തൊട്ടടുത്തുണ്ട്. താങ്ക് യു. എനിക്ക് ഒരുപാട് ബഹുമാനവും ആരാധനയൊക്കെ ഉള്ള ഒരു ആർട്ടിസ്റ്റും ഒരു വ്യക്തിയൊക്കെയാണ് നദിയ ചേച്ചി. വളരെ സന്തോഷം എനിക്ക് ഇങ്ങനെ അടുത്ത് കാണാൻ കഴിഞ്ഞതിലും. കണ്ടിട്ടുണ്ട് പല ആശാനെ കുറിച്ച് പറയാനായിട്ട്. ഞാൻ ആദ്യമായിട്ട് ആശയെ കാണുന്നത് ദൃശ്യം പടത്തിലായിരുന്നു. കാരണം അത് അവർക്ക് തെലുഗുവില് അവർക്കത് റീമേക്ക് ചെയ്യണമായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഞാൻ ആശ ആദ്യമായിട്ട് കാണുന്നത്. ഷീ ഡിഡ് എ ഫാബുലസ് ജോബ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു സംഗതി, ദൃശ്യം എന്ന് പറഞ്ഞ ഒരു സ്ക്രിപ്റ്റ് ഇപ്പൊ എൻ്റെ അടുത്ത് വന്ന് നറേഷൻ കൊടുത്താലും ഞാൻ ചിലപ്പം കൺഫ്യൂസ് ആയി പോയേനെ. ഞാൻ ചിലപ്പോൾ പറഞ്ഞാൽ എനിക്കിതൊന്നും മനസ്സിലായി ഞാൻ എങ്ങനെ ഈ പടം ചെയ്യുന്നത്. പക്ഷെ അതൊരു റെഫറൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് it made it even more easier and I'm so happy I did it and you did a great job. Thank you so much. Thank you. അപ്പോൾ മാം വന്ന സ്ഥിതിക്ക് ഞാൻ വളരെ പ്രധാനപ്പെട്ട വേറെ ആരും പറയാത്തൊരു കാര്യം പറയാൻ പോവാണ്. പേടിക്കൊന്നും വേണ്ട മാം. എൻ്റെ കയ്യിൽ ഒരു ഐറ്റം ഉണ്ട്. എൻ്റെ ഫ്രണ്ട് ഫിലാഡൽഫിയെന്ന് കൊണ്ടുവന്നതാണ്. ഇതിൻ്റെ പേര് കോസ്മോ ഫ്രിൽ എന്നാണ്. 40 വർഷമായി കണ്ണാട ഇറങ്ങിയിട്ട്. ഞാൻ ആദ്യം അത് ഇട്ടോട്ടെ, കാരണം എനിക്ക് അതിന് റൈറ്റ് ഉള്ളത്. ഇട്ടോളൂ. പക്ഷെ ഇത് ഫേക്കാണ്. കാരണം എനിക്ക് ഉടുപ്പിട്ടതെല്ലാം കാണുന്നുണ്ടോ? അതാ പറയുന്നത്. 40 വർഷം ആയതിന്റെ ഒരു മങ്ങൽ ആ കണ്ണാടിക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ കണ്ണാടി ഒന്ന് ഊരി. 40 വർഷമായിട്ട് ചാനലുകളിലെല്ലാം ഇതൊരു കണ്ടന്റ് ആയി പോയിക്കൊണ്ടിരിക്കുക. ഇനി നമുക്ക് ഈ കണ്ണാട വേണ്ട. അയ്യോ, ഏതായാലും അത് ഫേക്ക്, അതുകൊണ്ട് അതിന് കാര്യമില്ല. അതായത് ഈ കണ്ണാട, ഈ കോസ്മോ ഫ്രിൽ എന്ന് പറഞ്ഞ ഈ കണ്ണാട വെച്ച് 40 വർഷമായി നമ്മൾ കണ്ടന്റ് ഉണ്ടാക്കുന്നു. ഇനി നമുക്ക് ഇത് വെച്ചൊരു കണ്ടന്റ് വേണോ? വേണ്ട. പുതിയതായിട്ട് എന്തെങ്കിലും പുതിയ കണ്ടന്റുമായിട്ട് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ തകർക്കും. ഓക്കെ. അപ്പൊ മാം എന്തായാലും ഒരുപാട് സന്തോഷം. അപ്പോ റെഡി ആണല്ലോ നമ്മുടെ മത്സരം കാണാനായി? വെരി മച്ച്. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു. കൺമണിയെ പൊന്മണിയെ പാട് എൻ സുന്ദര നീ മ്യൂസിക്കൽ കൂട് മുന്നിലുള്ളത് കനവല്ല പാട്ടിനോ പതിരില്ല താരത്തിളക്കത്തിൽ പാറി പറന്നാട്ടെ. മത്സരേട്ടാ മഞ്ജരി എന്തായി? ചർച്ച നടക്കുന്ന പോലെ
അടുത്ത ആള് വരുന്നത് ഫേവറേറ്റ് സോങ് റൗണ്ടിൽ പെർഫോം ചെയ്യാനാണ്. ഫേവറേറ്റ് പാട്ടുമായി വരുന്നത് ആരാണെന്ന് അറിയണ്ടേ? സെക്രട്ടേറിയറ്റിലെ ജോലിക്കാരിയാണോ? ആയിരിക്കാം. ലെറ്റ്സ് വെൽക്കം ആതിര വിജയൻ. ഇന്ന് ഫേവറേറ്റ് മെലഡി റൗണ്ടിലാണ് പാടാൻ പോകുന്നത്. മഞ്ജരി ചേച്ചി പാടിയ കയ്യെത്താ കുമ്പത്തോ എന്ന് പറയുന്ന സോങ് ആണ്. അപ്പോൾ ഇന്ന് എൻ്റെ മാക്സിമം ഞാൻ സ്റ്റേജ് കൊടുക്കും. അതില ഫേവറേറ്റ് സോങ് റൗണ്ടിലാണ് പെർഫോം ചെയ്യാൻ വന്നിരിക്കുന്നത്. ഏത് സോങ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്? ഞാൻ മഞ്ജരി ചേച്ചി പാടിയ കയ്യെത്താ കുമ്പത്തോ. സ്റ്റാർട്ടിംഗ് റൗണ്ടിൽ എടുക്കാൻ വേണ്ടി ഇവിടെ നിന്ന് തന്നെ സജഷൻ തന്നായിരുന്നു. അന്ന് ഞാൻ വിചാരിച്ചു അയ്യോ ഇത് എനിക്ക് പറ്റുമോ എന്ന് വിചാരിച്ചു അന്ന് എടുത്തില്ല. അപ്പോ അതെടുക്കാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് ഉണ്ടോ? അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാ. ഞാനൊരു 9th പഠിക്കുമ്പോഴാണ് ഈ പാട്ട് ഇറങ്ങിയത്. അപ്പൊ ഇങ്ങനെ മൂളിക്കൊണ്ട് നടക്കുമായിരുന്നു ഞാനും. അറിഞ്ഞോണ്ടിരിക്കുകയാണ്. മഞ്ജരി പാടിയ ഒരു പാട്ട്. ചേച്ചി ചെറുപ്പത്തിൽ പാടിയ പാട്ടാവാലോ. അതെ അതെ അതെ. വേറെ എന്തും സഹിക്കും. മഞ്ജരിയുടെ പ്രായത്തെ തൊട്ട് കളിക്കാൻ പാടില്ല. മഞ്ജരി ഒന്ന് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കോളേജിൽ ജോയിൻ ചെയ്ത സമയത്താണ് ഒരു ചിരി കണ്ടാൽ പാടുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ സമയത്തായിരിക്കണം ഞാൻ കുറെ വർഷം ഒന്നും പഠിച്ചില്ല. പ്രായം മനസ്സിലായില്ലേ? എനിക്ക് റാങ്ക് ഉണ്ടായിരുന്നു. നമ്മളത് ചോദിച്ചില്ലല്ലോ. ഞാനത് പറയാന്ന് വിചാരിച്ചു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് ആതിര. ഓൾ ദി ബെസ്റ്റ് മോളെ. കണ്ണെത്തണം കണ്ണെത്താ ദൂരത്തോ ചെന്നെത്തണം കയ്യെത്താ കൊമ്പത്തോ കണ്ണെത്തണം കണ്ണെത്താ ദൂരത്തോ ചെന്നെത്തണം ചെന്നെത്തി നീ കയ്യെത്തണം കയ്യെത്തി നീ കണ്ണെത്തണം അത്തം പത്താടും മുറ്റത്തെ പൊന്മുത്ത് കയ്യെത്താ കൊമ്പത്തോ കണ്ണെത്തണം കണ്ണെത്താ ദൂരത്തോ ചെന്നെത്തണം കയ്യെത്താ കൊമ്പത്തോ കണ്ണെത്തണം കണ്ണെത്താ ദൂരത്തോ ചെന്നെത്തണം ചൂടണം കണ്ണന്റെ മുന്നിൽ നീ ചെല്ലണം അമ്പാടി പെണ്ണാകണം മേടത്തിൻ കൊന്നപ്പൂ വേണം വാത്സല്യ പൊന്നോണം വേണം പൂക്കാലം തേടും തേനാകണം തേനോലും നാവിൽ നേരും വേണം ജന്മത്തിൻ്റെ നാളമേ സ്നേഹത്തിൻ നല്ലീണമേ കയ്യെത്താ കൊമ്പത്തോ കണ്ണെത്തണം കണ്ണെത്താ ദൂരത്തോ ചെന്നെത്തണം കയ്യെത്താ കൊമ്പത്തോ കണ്ണെത്തണം കണ്ണെത്താ ദൂരത്തോ ചെന്നെത്തണം ചെന്നെത്തി നീ കയ്യെത്തണം കയ്യെത്തി നീ കണ്ണെത്തണം അത്തം പത്താടും മുറ്റത്തെ പൊന്മുത്ത് കയ്യെത്താ കൊമ്പത്തോ കണ്ണെത്തണം കണ്ണെത്താ ദൂരത്തോ ചെന്നെത്തണം കയ്യെത്താ കൊമ്പത്തോ കണ്ണെത്തണം കണ്ണെത്താ ദൂരത്തോ ചെന്നെത്തണം
കണ്ണെത്താ ദൂരത്തു ചെന്നെത്തണം കയ്യെത്താ കൊമ്പത്തു കണ്ണെത്തണം കണ്ണെത്താ ദൂരത്തു ചെന്നെത്തണം ചെന്നെത്തി നീ കയ്യെത്തണം കയ്യെത്തി നീ കണ്ണെത്തണം അത്തം പത്താടും മുറ്റത്തെ പൊന്മുത്ത് കയ്യെത്താ കൊമ്പത്തു കണ്ണെത്തണം കണ്ണെത്താ ദൂരത്തു ചെന്നെത്തണം കയ്യെത്താ കൊമ്പത്തു കണ്ണെത്തണം കണ്ണെത്താ ദൂരത്തു ചെന്നെത്തണം. സൂപ്പർ സൂപ്പർ ഡാൻസേഴ്സ് കലക്കി. Musical vibe. Mega final. ആതിര ചേച്ചി അസലായി പാടി, താങ്ക് യു ചേച്ചി. കോൺഫിഡന്റ് ആയിട്ട് പാടി. എനിക്ക് അതാണ് ഇഷ്ടപ്പെട്ടത്. കാരണം അതിരുടെ വോയിസ് ബോൾഡ് ആയിട്ടുള്ള ഒരു വോയിസ് ആണ്. ചില സമയത്ത് ഒന്ന് പുറകോട്ട് വലിയാനുള്ള ഒരു ചാൻസ് വന്നിട്ടുണ്ടായിരുന്നു അതിരുടെ ഉള്ളിൽ. പക്ഷെ ഇതൊരു കുതിച്ച് ചാട്ടം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു കോൺഫിഡൻസ് ലെവലൊക്കെ ഉള്ള ഒരു സിംഗിങ് ആയിരുന്നു ഇന്നത്തത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എനിക്ക്. സ്പെഷ്യലി ഞാനിത് പാടാൻ ചെന്ന സമയത്ത് ഇതുപോലെ ഞാനങ്ങ് പാടി. കയ്യെത്താ കൊമ്പത്തോ കണ്ണെത്തണം കണ്ണെത്താ ദൂരത്തോ ചെന്നെത്തണം കയ്യെത്താ കൊമ്പത്തോ കണ്ണെത്തണം കണ്ണെത്താ ദൂരത്തോ ചെന്നെത്തണം ഞാൻ പാടി. അപ്പൊ സാർ പറഞ്ഞു ഈ പാട്ടിന്റെ ഒരു ഫീൽ എന്താണെന്ന് വെച്ചാൽ ഇതൊരു പിയാനോ ബാക്കിങ് ഇങ്ങനെ പോകുന്നത് പോലെ ഇങ്ങനെ ചിന്തിക്കും. എന്നിട്ട് ഒരു വാക്കുകൾ നമുക്ക് സ്ട്രെസ് ചെയ്യാൻ തോന്നുന്ന വാക്കുകൾ സ്ട്രെസ് ചെയ്യാതെ പാടുന്നു. അപ്പൊ എങ്ങനെയാ പാട്? കയ്യെത്താ കൊമ്പത്തോ കണ്ണെത്തണം കണ്ണെത്താ ദൂരത്തോ ചെന്നെത്തണം. അങ്ങനെ സ്ട്രെസ് ചെയ്യാതെയാണ് ഈ പാട്ടിന്റെ ഒരു ഫീല്. ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് പാടിയൊരു പാട്ടാണ്. അപ്പൊ ആതിര ഈ ഒരു ഫുൾ സോങ് അസലായിട്ട് പാടി. ആ ഒരു ഗ്ലൈഡ് വരും. കയ്യെത്താ കൊമ്പത്തോ കണ്ണെത്തണം അത്തം പത്താടും മുറ്റത്തെ പൊന്മുത്ത്, അങ്ങനെ ഒരു ഒഴുക്കുണ്ട് ഫുൾ പാട്ട്. അത്തം പത്താടും മുറ്റത്തെ പൊന്മുത്ത് അങ്ങനെയല്ല അത്. അപ്പൊ ആ ഫുൾ സോങ്ങിന് ഒരു ഒഴുക്കുണ്ട്. അപ്പൊ ഇനി ഇത് വീണ്ടും പ്രാക്ടീസ് ചെയ്യുമ്പോ അങ്ങനെ ഒന്ന് പാടി നോക്കൂ. ഓക്കെ. പിന്നെ വരി മാറിയോ? പൂക്കാലം തേടും തേനാകേണം എന്ന് പാടി റിപ്പീറ്റ്. ചരണത്തിലും പാടി. എല്ലാരും ചൊല്ലും ശീലാകണം പാടിയില്ല. ഞാൻ ആലോചിച്ചു, ദൈവമേ ഇങ്ങനെ പാടി വരുമ്പോ ഈ ക്ലൈമാക്സ് എപ്പിസോഡ്സിൽ ഇവർ എങ്ങനെ വരി തെറ്റിക്കുന്നത് എന്ന്. അതാണ് എനിക്ക് വല്ലാത്ത ഒരു വിഷമായി പോയി. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. ആതിര ചേട്ടാ നന്നായിരുന്നു. നല്ല സെലക്ഷൻ. എനിക്ക് മഞ്ജരി പാടിയതിൽ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. ഇതിന്റെ ഒരു വെർഷൻ ദാസേട്ടനും പാടിയിട്ടുണ്ട്, പക്ഷെ സിനിമയിലില്ലാന്നേ ഉള്ളൂ. മറ്റേ അനുപല്ലവിക്ക് ശേഷം ചെന്നെത്തി നീ എന്നുള്ളൊരു അത് സ്ലിപ്പായി പോയി. ചെന്നെത്തി നീ അത് കേട്ടോ. പിന്നെ എപ്പോഴും ഈ അത്തം പത്താടും മുറ്റത്തെ പൊന്മുത്ത് അതിങ്ങനെ ധൃതി പിടിച്ച് നിർത്തിയിട്ട് അടുത്ത ലൈൻ പാടാനുള്ള ധൃതി കാണിക്കുന്നുണ്ട്. പൊന്മുത്ത് അതവിടെ സ്റ്റോപ്പ് ചെയ്യണം. ഒരു കാര്യം ചോദിച്ചോട്ടോ ചേട്ടാ, ആ ലിറിക് എന്താ പാടിയ മോളെ? കയ്യെത്താ കൊമ്പത്തോ കണ്ണെത്തണം കണ്ണെത്താ ദൂരത്തോ ചെന്നെത്തണം ചെന്നെത്തി നീ കൈയെത്തണം കയ്യെത്തി നീ കണ്ണെത്തണം കണ്ടെത്തണം. കണ്ണെത്തണം ഫസ്റ്റ് ലൈനിൽ വന്നിട്ടുണ്ടല്ലോ ഓൾറെഡി. ഇത് കണ്ടെത്തണം. അതെനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. കണ്ടെത്തണം. ഓക്കെ ശരി. ഓക്കെ, അപ്പോൾ ബാക്കിയെല്ലാം നന്നായിരുന്നു. അപ്പോൾ വരിയൊന്നും ഇപ്പോൾ മാറാനേ പാടില്ല ഈ ഒരു സ്റ്റേജിൽ. ഓക്കെ ഓക്കെ ആതിര, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. അതിര, എനിക്ക് ഇവർ പറഞ്ഞ പോയിന്റ്സ് ഒന്നും ഞാൻ കേട്ടില്ല. ഞാൻ നല്ലോണം ആസ്വദിച്ച്. അതുമാത്രമല്ല മഞ്ജരി പറഞ്ഞ പോലെ മഞ്ജരിക്ക് 20 കൊല്ലം മുമ്പേ പോയിട്ടുള്ളൂ, ഞാനൊരു 30 കൊല്ലെങ്കിലും പ്ലസ് പോയിട്ടുണ്ട്. കാരണം ഇതൊക്കെ രാജാ സാറിന്റെ നല്ല ക്ലാസിക് 80s ഒരു പാട്ടിന്റെ ഫീലാണ്. ഐ തിങ്ക് ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. പക്ഷെ ഇടയ്ക്ക് ആ മൈക്ക് നിങ്ങളുടെ ഹസ്ബൻഡാണ് ഇവിടെ ഇരിക്കുന്നത്. അതെ അതെ. ആ ഇടയ്ക്ക് ആ മൈക്ക് ഹസ്ബൻഡിന് കൊടുത്താൽ ചിലപ്പോൾ പാടി അങ്ങനെയും പാടിയത്. കാരണം ആതിര കയറി വന്നപ്പോൾ തന്നെ ഒരാളെ താളം പിടിക്കാനൊക്കെ തുടങ്ങി. സോ ഇറ്റ് ഇസ് വെരി സ്വീറ്റ് ടു സീ ദാറ്റ്. വെൽ ഡൺ, വെൽ ഡൺ. നാദിയ മാം, ഇപ്പോ മാം നേരത്തെ പറഞ്ഞല്ലോ ഈ ഒരു പാട്ട് കേട്ടപ്പോ ഒരു 80s സോങ് പോലെയൊക്കെ തോന്നി രാജസാറിന്റെ. അപ്പോ രാജസാറിന്റെ സംഗീതത്തിൽ മാം അഭിനയിച്ച പാട്ടുകളിൽ ഏതെങ്കിലും മനസ്സിൽ ഇപ്പോൾ? ജെയിൻ രാജാ സാറിന്റെ പാട്ട് പറഞ്ഞപ്പോൾ കുറെ പാട്ടുണ്ട്, എനിക്ക് പെട്ടെന്ന് ഇപ്പൊ കിട്ടുന്നില്ല. പക്ഷെ സിൻസ് വി ആർ ഓൺ മലയാളം പ്ലാറ്റ്ഫോം, ശ്യാമയുടെ പാട്ട് എപ്പോഴും ആൾക്കാർ ഓർക്കുന്ന ഒരു പാട്ടാണ്. നോക്കത്തത്വത്തിന്റെ പാട്ട് എപ്പോഴും ഓർക്കും. പക്ഷെ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ശ്യാമയുടെ പൂങ്കാറ്റ് പോയി ചൊല്ലാം. പക്ഷെ എല്ലാവരും കൂടെ പാടണേ. ഞാൻ കോഴ്സ് പാട്ടിയാ, ഞാൻ ലീഡ് സിംഗർ ഒന്നുമല്ല. ഓക്കെ.
പൂങ്കാറ്റേ പോയി ചൊല്ലാമോ, തെക്കൻ പൂങ്കാറ്റേ പോയി ചൊല്ലാമോ, നീലക്കണ്ണുള്ള എൻ വേളിപ്പെണ്ണോട്, ഈ നീലക്കണ്ണുള്ള എൻ വേളിപ്പെണ്ണോട് എൻ്റെ ഉള്ളിലുള്ള മോഹമൊന്നു ചൊല്ലാമോ നീ. പൂങ്കാറ്റേ പോയി ചൊല്ലാമോ, തെക്കൻ പൂങ്കാറ്റേ പോയി ചൊല്ലാമോ, കള്ളക്കണ്ണുള്ള എൻ കാമുകനോട്, ഈ കള്ളക്കണ്ണുള്ള എൻ കാമുകനോട് എന്റെ ഉള്ളിലുള്ള മോഹമൊന്ന് ചൊല്ലാമോ നീ. പൂങ്കാറ്റേ പോയി ചൊല്ലാമോ, തെക്കൻ പൂങ്കാറ്റേ പോയി ചൊല്ലാമോ. കലകി. മാം തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഞാനിങ്ങനെ ചുമ്മാ വെറുതെ മൂളും എന്ന്. ഇത് വെറുതെ ഒരു മൂളലല്ല, അല്ല മതിച്ചേട്ടാ? നന്നായി നിങ്ങളൊന്നും കേൾക്കാഞ്ഞത് ശരിയായി. പക്ഷെ ഹാപ്പി ആയല്ലോ കുറച്ച് വർഷങ്ങളോട്ട്. ഞങ്ങള് ഹാപ്പിയായി. അതെ, മാമിന്റെ കൂടെ ഞങ്ങള് എന്റെയൊക്കെ ആ സമയത്തുള്ള ഞാനിങ്ങനെ ഓഹോഹോ അഡ്മയർ ചെയ്യുന്ന ഒരു ആക്ട്രസ് ആയിരുന്നു. അപ്പം അന്നും ഇന്നും എപ്പോ കാണുമ്പോഴും അതേപോലെ കാണാൻ. അത് ഞാൻ ചേച്ചിയോട് ചോദിച്ചിട്ടുണ്ട്. ഞങ്ങള് മുംബൈയിൽ താമസിക്കുന്ന സമയത്ത് ഞാൻ കാണുമ്പോഴൊക്കെ ഞാൻ ഈ സ്കിൻ ഉണ്ടല്ലോ, ചേച്ചിയുടെ സ്കിന്ന് ടോ 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 കണ്ണ് കൊള്ളണ്ട, എപ്പോഴും ഇതുപോലെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. അതിന്റെ സീക്രട്ട് ഞാൻ ചോദിക്കുകയായിരുന്നു. ഇതിനൊരു സീക്രറ്റും ഇല്ല. ഞാൻ മഞ്ജിരത്ത് പറഞ്ഞ പോലെ ജെനറ്റിക്സ് ആയിരിക്കും. എൻ്റെ മമ്മിക്ക് നല്ല സ്കിന്നാണ്. പിന്നെ നമ്മൾ കുറച്ച് കാത്തു സൂക്ഷിക്കുക, അതൊക്കെ ഉള്ളൂ. പിന്നെ എല്ലാവരുടെയും സ്നേഹമാണ് എനിക്ക് തോന്നുന്നത്. സോ ഇറ്റ്സ് ഓൾ എ കോമ്പിനേഷൻ ഓഫ്. പിന്നെ മാമിനെ പറ്റി ഞാൻ മുംബൈയിലുള്ള നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കാറുണ്ട്, മാം എങ്ങനെ ഇരിക്കുന്നു. മാമിന്റെ ഫ്ലാറ്റിൽ തന്നെയാണ് എന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് താമസിക്കുന്നത്. സത്യമാണോ ഇതൊക്കെ? അതെ, റൺബീഡ് എന്ന് പറഞ്ഞിട്ടൊരു പയ്യൻ മുംബൈയില് മാമിന്റെ ഫ്ലാറ്റിൽ തന്നെയാണ്. അപ്പൊ ഞങ്ങൾ ഇടയ്ക്ക് സംസാരിക്കുന്നുണ്ട് മാമിനെ പറ്റിയിട്ടും. മാമിന്റെ ഈ ഒരു വല്ലതും പറയാനുണ്ടോ ഡെയിന്? എന്ത് രൺബീർ എടുത്ത്? ഇല്ല, എനിക്കൊന്നും പറയാനില്ല. ഞങ്ങള് വിളിക്കാറുണ്ട്. മെസ്സേജ് അയച്ചോളാം എന്നെ പിന്നെ. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു. ചേച്ചി, ഇങ്ങനെ ഒരു ഗാനമേള ഇത്രയും ഒരു രസകരമായിട്ടുള്ള ഒരു മ്യൂസിക്കൽ മൂമെന്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് മോള് പാടുന്നതെങ്കിൽ കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിട്ട് പാടാൻ പറ്റുമായിരുന്നു അല്ലേ? എനിക്ക് തോന്നുന്നു ഈ ഫൈനൽസ് ആവുമ്പോൾ എല്ലാവരും കുറച്ചൊരു ബേജാറിലുണ്ട്. അതുകൊണ്ടാണ് അവിടെ ഇവിടെയൊക്കെ മറന്നു പോകുന്നത്. ഈ സിനിമയിലെ വിനോദയാത്രയിലെ എല്ലാ പാട്ടുകളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഈ പാട്ട് ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ്. കുറച്ചുകൂടെ ശ്രദ്ധിച്ച് പാടണം എന്നുള്ളത് എൻ്റെ റിക്വസ്റ്റ് ആണ് നിങ്ങളോട്, മോളോട് മാത്രമല്ല ഇവിടുത്തെ എല്ലാ കണ്ടസ്റ്റൻസിനോടും. കേട്ടോ? ഓൾ ദി ബെസ്റ്റ് ചക്കരെ. താങ്ക് യു ചേച്ചി, താങ്ക് യു. അതിരാ നമുക്ക് എന്തായാലും നോക്കാം. റിസൾട്ട് അറിയാനായിട്ട് ഈ എപ്പിസോഡിന്റെ അവസാനം വരെ കാത്തിരിക്കണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. നമ്മൾ എപ്പിസോഡിന്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഞങ്ങൾ എല്ലാവരും കണ്ണും നട്ട് കാത്തിരിക്കായിരുന്നു മാമിനെ ഈ ഒരു വേദിയിൽ കാണാനായിട്ട്. അത് വെറുതെ പറഞ്ഞതല്ല, നമ്മൾ സീരിയസ് ആയിട്ട് മാമിനെ ഈ ഒരു വേദിയിൽ കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മാം ഇവിടെ ഇന്ന് വന്ന സ്ഥിതിക്ക് നമ്മുടെ കണ്ടസ്റ്റൻസ് എല്ലാവരും കൂടി മാമിന് വേണ്ടി ഒരു ചെറിയ ട്രിബ്യൂട്ട് നൽകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അവരെല്ലാവരും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. പ്ലീസ്. ഓക്കെ. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേൻകിളി, പൈങ്കിളി
മ്യൂസിക്കൽ വൈസ് ഹാപ്പി ആയില്ലേ? ഹാപ്പിയാണ്. എക്സൈറ്റ്മെന്റ് കൂടിയോ? കൂടി പിന്നെ ഉണ്ട്. മാം ഇവരൊക്കെ ജനിച്ചു പോലും കാണൂല നോക്കത്തത് വരെ വന്നപ്പോ. അതെ മാം ഹാപ്പി ആയില്ലേ? സൂപ്പർ ഹാപ്പി. താങ്ക് യു വെരി മച്ച്. എനിക്കറിയാം നിങ്ങളെല്ലാവരും വളരെ നെർവസ് ആയിരിക്കും, കാരണം ഇന്ന് ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് ദ ഫൈനൽ റൗണ്ട് കമ്മിങ് ക്ലോസർ. ബട്ട് ഐ വുഡ് സേ എൻജോയ് ഇറ്റ്. നമ്മളൊക്കെ അവിടെ ഇരിക്കുന്ന ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, നല്ലോണം മനസ്സുകൊണ്ട് പാടുക, നല്ല എൻജോയ് ചെയ്ത് പാടുക. ഓൾ ദി വെരി ബെസ്റ്റ്. ഫേവറേറ്റ് സോങ് റൗണ്ടിലാണ് നമ്മുടെ മ്യൂസിക്കൽ വൈഫ് ഇവിടെ മത്സരിക്കുന്നത്. ലെറ്റ്സ് വെൽക്കം ആതിര വിജിത്ത്. മഴയിൽ രാത്രി മഴയിൽ മഞ്ജരി ചേച്ചി പാടി മനോഹരമാക്കിയ ഈ പാട്ടാണ് ഞാൻ ഇന്ന് ഫേവറേറ്റ് മെലഡി റൗണ്ടിൽ പാടാൻ പോകുന്നത്. ഈ പാട്ട് പാടാൻ നല്ല ടഫാണ്. ചേച്ചീൻ്റെ മുന്നിൽ പാടാനുള്ളത് നല്ല ടെൻഷനുണ്ട്. അപ്പോൾ എൻ്റെ മാക്സിമം ലെവൽ ബെസ്റ്റ് ഞാൻ അവിടെ സ്റ്റേജിൽ കാണിക്കുന്നതായിരിക്കും. Musical vibe. Mega final. ഓക്കെ, ഫേവറേറ്റ് സോങ് റൗണ്ടിലാണ് പെർഫോം ചെയ്യാൻ വന്നിരിക്കുന്നത്. ഏത് പാട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്? ഞാൻ മഞ്ജരി ചേച്ചി പാടിയ ആ മഴയിൽ രാത്രി മഴയിൽ എന്ന് ഓഹോ, അപ്പൊ നമ്മൾ എല്ലാവരുടെയും ഫേവറേറ്റ് സോങ് ആണ്. അതെ. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് ഓൾ ദി ബെസ്റ്റ് ആതിര. ഓൾ ദി ബെസ്റ്റ്. ടെൻഷൻ ഒന്നും വേണ്ട, ധൈര്യമായിട്ട് പഠിക്കും. കൂളായിട്ട് പഠിക്കും. താങ്ക് യു. മഴയിൽ രാത്രി മഴയിൽ പൊഴിയും സ്നേഹനിറവിൽ നിനവേ നിനവേ എന്തേ നിന്നിൽ വിരഹം ചേരും നോവിൽ
വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി നൈസ്. Wow, wow, musical vibe. Hey, mega finally. Wow, musical vibe. അതിൽ അപ്പോ പാട്ടിനെ കുറിച്ച് നമുക്ക് മഞ്ചരിയിൽ നിന്ന് തുടങ്ങണോ അതോ ഫിനാലിക്ക് തൊട്ട് മുമ്പുള്ള ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ എല്ലാവരും കാണാനെത്തിയ നമ്മുടെ പ്രിയപ്പെട്ട നാദിയ മാമിൽ നിന്ന് തുടങ്ങണോ? ആരായാലും കുഴപ്പമില്ല. ആരായാലും കുഴപ്പമില്ല. മാം പാട്ട് എൻജോയ് ചെയ്തോ? ഇഷ്ടപ്പെട്ടോ? ആബ്സല്യൂട്ട്ലി അസലായിട്ട് പാടിയിട്ടുണ്ട് ആൻഡ് നല്ലോണം പാടി. എനിക്ക് ആദ്യം ആതിര കുറച്ച് നെർവസ് ആണെന്ന് എനിക്ക് തോന്നി. ഐ വാസ് മോർ നെർവസ്. പക്ഷെ നല്ലോണം പാടി ആൻഡ് ഐ തിങ്ക് യു ടുക്ക് ഈവൻ ദി ഹൈ പിച്ചസ് സോ ബ്യൂട്ടിഫുള്ളി. നന്നായി പാടി, നന്നായി. താങ്ക് യു. ഇനി മഞ്ജരി ആതിര ചേച്ചി താങ്ക് യു. ഈ പാട്ട് കൊണ്ടുവന്നതിൽ താങ്ക് യു. അസലായിട്ട് പാടി. താങ്ക് യു ചേച്ചി. ആതിര വളരെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് ഇപ്പോഴും എന്നുള്ളത് കണ്ടാൽ മനസ്സിലാകും. എന്തിനാ ആതിര ടെൻഷൻ? ചരണം വരി മാറിപ്പോയി. വരി മാറി, പക്ഷെ അതിന് മുന്നേ എന്തിനായിരുന്നു ടെൻഷൻ? ഇത് മാറുമോ എന്നുള്ള ടെൻഷൻ. ഞാനിങ്ങനെ കേട്ട് ആസ്വദിച്ച് വരികയായിരുന്നു. അപ്പോഴാണ് നോക്കുമ്പോൾ ആദ്യത്തെ വരി തന്നെ രണ്ടാമത് പാടി അല്ലേ? പെട്ടെന്ന് ബ്ലാങ്ക് ആയി. അപ്പോ നിർത്തണ്ടെന്ന് വിചാരിച്ചിട്ട് അതെ, അനുപല്ലവി എടുത്ത് അനുപല്ലവി ചരണത്തിൽ എടുത്ത് പാടി. എന്താ ചെയ്യ? അത് മാത്രമാണ് എനിക്കൊരു വിഷമായി പോയത്. കാരണം ആതിര നന്നായി പാടി വരുന്നുണ്ടായിരുന്നു. ഓട്ടെ, സാരില്ല. ചില ഭാഗങ്ങളിൽ ആതിര പഠിച്ചതിൻ്റെ ആണെന്ന് തോന്നുന്നു. ആ പ്ലാൻസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നത് ഒരു എക്സ്ട്രാ സാധനം കയറി വന്നിട്ടുണ്ട്. അനുപല്ലവി കഴിഞ്ഞിട്ടൊരു ഹമ്മിങ് ഇല്ലേ, ആലാപനമല്ലേ? ഒന്ന് പാടോ അത്. ഒന്നുകൂടെ ഫുള്ളായിട്ട്. കുറച്ചുകൂടെ ക്ലിയർ ആവണം, കുറച്ചുകൂടെ ക്ലിയർ. അത് ഫിനിഷ് ആവണത്. അപ്പൊ കുറച്ച് എക്സ്ട്രാ ശ്വാസം എടുക്കണം, എന്നാലേ അത് ഫിനിഷ് ആവുള്ളൂ. അതേപോലെ നീലാംബരി നീലാംബരി, അതൊക്കെയാണ് ഈ ഒരു ഹിന്ദുസ്ഥാനി സിംഗിങ്ങിന്റെ ഒരു സ്റ്റൈലിന്റെ ഒരു ഫ്ലേവർ എന്ന് പറയുന്നത്. എന്തായാലും ആതിര, താങ്ക് യു സോ മച്ച്. ഈ ഒരു പാട്ട് കൊണ്ടുവന്ന് എന്നെ ആ ഓർമ്മകളിലേക്കൊക്കെ കൊണ്ടുപോയത് മോഹൻ സാറ്, ശരത്തേട്ടൻ, കമൽ സാറ്, എല്ലാവരും ഞാൻ ഓർത്തു. ആ സമയത്ത് ആ റെക്കോർഡിങ് സമയത്തുള്ള ഒരു കോരിച്ചൊരിയുന്ന മഴയും എല്ലാം ഓർത്തു. ആതിര, താങ്ക് യു ഒരിക്കൽ കൂടി. പിന്നെ ഗോഡ് ബ്ലെസ് യു കേട്ടോ. താങ്ക് യു ചേച്ചി. മാക്സിമം നീതി പുലർത്താൻ ശ്രമിച്ചു എന്നേ എനിക്ക് പറയാൻ പറ്റൂ ഈ പാട്ടിനോട്. പിന്നെ വരി മാറിപ്പോയത് അതൊക്കെ ഈ ഒരു സമയത്ത് ഇത്തിരി ഗൗരവമായിട്ടുള്ള കാര്യമാണ്. ബുദ്ധിപൂർവ്വം അത് അഡ്ജസ്റ്റ് ചെയ്തു. അതിന് ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്, വിട്ടുപോവാതെ കേട്ടോ. ഈ ഒരു സമയത്ത് ഇങ്ങനെയൊന്നും ആവാൻ പാടില്ല. കുറച്ചും കൂടി ശ്രദ്ധ വേണം ആതിര കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ചേച്ചി ആതിരക്കുട്ടി, ചേച്ചി എന്തിനായിരുന്നു ആതിരക്കുട്ടിക്ക് ടെൻഷൻ? വന്ന് നിന്നപ്പോൾ തൊട്ട് ആദ്യമായിട്ടാണ് ഈ ടെൻഷൻ ഞാൻ കാണുന്നത്. ഇത്ര ടെൻഷൻ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഫൈനൽസിനോട് അടുക്കുന്നോണ്ടാണോ? അറിയില്ല എന്താന്ന്. അങ്ങനെ ഒരു ടെൻഷന്റെ ആവശ്യമില്ല മോളെ. അതോ മഞ്ജരിയുടെ പാട്ട് പാടുന്നതിന്റെ ടെൻഷനാണോ? അതും ഉണ്ടായിരുന്നു. അങ്ങനെ സന്തോഷിക്കുകയല്ലേ വേണ്ടത്. മഞ്ജരി ഇവിടെ ഇരിക്കുമ്പോൾ അത് പാടുന്നതിൽ സന്തോഷിക്കുക വേണ്ടത്. സന്തോഷം ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് എത്രത്തോളം ഇവിടെ പാടാൻ പറ്റും എന്നുള്ളത് അറിയില്ലായിരുന്നു. അതങ്ങ് മാറ്റി വെച്ചാലുണ്ടല്ലോ മോളെ, നമ്മൾ ഇത്രയും നാളും പെർഫോം ചെയ്യുന്നത് പോലെ ഈസി ആയിട്ട് മോൾക്ക് പെർഫോം ചെയ്ത് പോകാൻ പറ്റും. ഓൾ ദി ബെസ്റ്റ് ചക്കരെ. നന്നായി പാടും, ശ്രദ്ധിച്ചു പാടും. താങ്ക് യു നദിയ മാം. നമ്മുടെ മത്സരാർത്ഥികളുടെ പെർഫോമൻസ് ഒക്കെ കഴിയുന്ന സമയത്ത് ജഡ്ജസിന്റെ വക ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാറുണ്ട്. അത് പാട്ട് വഴിയാണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇതെന്തായാലും മഞ്ജരിയുടെ പാട്ടാണ് ആതിര പാടിയത്. അപ്പൊ മഞ്ജരി തന്നെ ആ പാട്ടിന്റെ 4 വരി കേൾക്കണമെന്ന് മാമിന് ആഗ്രഹമില്ലേ? ഡെഫിനറ്റ്ലി. ഇൻഫാക്ട് മഞ്ജരി അത് ആ പാട്ടിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അപ്പൊ എനിക്ക് തോന്നിയായിരുന്നു മഞ്ജരി പറയാനായിട്ട്. അത് മഞ്ജരി ഒരു 4 ലൈൻ ഒന്ന് മഞ്ജരി പാടിക്കുക. പക്ഷെ ഞാൻ അത് എല്ലാവരുടെയും ഒപ്പീനിയൻസ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ചോദിക്കാം. പക്ഷെ മാമിന്റെ മനസ്സ് എനിക്ക് മനസ്സിലായി. 4 വരി പാടാം. 4 വരി. മഴയിൽ ഒഴിയും സ്നേഹനിറവിൽ നിലവേ
ആഹാ കലക്കി കലക്കി. അതിരാ എന്തിനാ അതിലൊക്കെ അറിയണേ ഇപ്പോ? എന്ത് പറ്റി? ഇങ്ങ വാ ഓടി വാ. രാത്രി മഴയിൽ പൊഴിയും സ്നേഹ നിറവിൽ നിലവേ നിലവേ എന്തേ ആതിരേ പൊന്നാതിരേ മഴയിൽ പാടുക. രാത്രി മഴയിൽ പൊഴിയും സ്നേഹ നിറവിൽ നിലവേ നിലവേ എന്തേ വിരഹം ചേരും നോവിൻ നീലാംബരി. കരഞ്ഞ് ഒഴുകി ഇവിടെ. നെഞ്ചകമേ പൊള്ളിടുമാ വേനൽ അതിരാ എന്താണ് കുട്ടുകുട്ടാ കരയാണല്ലോ. സന്തോഷം കണ്ട മഞ്ജരിയുടെ മുമ്പിൽ തന്നെ ആ പാട്ട് പാടാൻ പറ്റി. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട പാട്ട്. മഞ്ജുയുടെ മുമ്പിൽ മാത്രമല്ലോ, അതെ, കെട്ടിപ്പിടിച്ച് പാടിയില്ലേ? കെട്ടിപ്പിടിച്ച് പാടി. ആ എനിക്ക് ഇതിലും വലിയൊരു അവസരം ഇനി കിട്ടാൻ ഓക്കെ, ഞങ്ങളും ഒരു ഇമോഷണൽ ആയി പോയി. അപ്പൊ എന്തായാലും ആതിരാ, എന്തായാലും നല്ല കമന്റ്സ് ഒക്കെയാണ് നമുക്ക് ജഡ്ജസിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുള്ളത്. നമുക്ക് നോക്കാം. എന്തായാലും ഈ ഒരു എപ്പിസോഡിന്റെ അവസാനം വരെ കാത്തിരിക്കണം റിസൾട്ട് എന്താണെന്ന് അറിയാൻ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിൽ ഇനി അടുത്ത മത്സരാർത്ഥി സ്വാഗതം ചെയ്യാനുള്ള സമയമാണ്. ഫേവറേറ്റ് സോങ് റൗണ്ടിലാണ് നമ്മുടെ മ്യൂസിക്കൽ വൈഫ് ഇവിടെ മത്സരിക്കുന്നത്. ലെറ്റ്സ് വെൽക്കം ആതിര രജീഷ്. ഇന്ന് എൻ്റെ ഒരു ഫേവറേറ്റ് മെലഡിയാണ് പാടാൻ പോകുന്നത്. തത്സമയം ഒരു പെൺകുട്ടി എന്ന സിനിമയിലെ പൊന്നോട് പോയെന്ന് പറയുന്ന പാട്ടാണ്. അപ്പോൾ നന്നായി പാടാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ആതിര പച്ച പിടിച്ചിട്ടാണല്ലോ വന്നിരിക്കുന്നത്. പച്ച പിടിക്കോ? പച്ച പിടിക്കാൻ ശ്രമിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും അടിച്ചു പൊളിച്ചോളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് ആതിര. ഓൾ ദി ബെസ്റ്റ് ആതിര.
നെഞ്ചോടു നീരാ അടിപൊളി. ആതിര, നമ്മൾ ഈ പച്ചസാരി എടുത്ത് വന്നപ്പോഴേ പറഞ്ഞു പച്ച പിടിക്കാനുള്ള പുറപ്പാടാണോന്ന്. ആതിര പച്ച പിടിച്ചിരിക്കുന്നു, നേടിയിരിക്കുന്നു ഗോൾഡൻ ബസർ. അതും ഫിനാലയ്ക്ക് തൊട്ട് മുമ്പുള്ള എപ്പിസോഡാണ്. അതായത് ഫിനാലയ്ക്ക് ഇനി ഒരു കാലെടുത്ത് വെച്ചാൽ മതി. ആതിര 2 കാലെടുത്ത് വെച്ചിരിക്കുന്നു. അതെ, അതെ അതെ, കൺഗ്രാറ്റുലേഷൻസ് ആതിര. സന്തോഷായില്ലേ? ഭയങ്കര സന്തോഷം. അല്ല, ഇത്ര ചിരിച്ചിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അത്ര ചിരിച്ചിട്ടുണ്ട്. കലക്കി കലക്കി. ചേട്ടാ പാട്ടിനെ കുറിച്ച് ഒന്നും പറയാനില്ല, വളരെ മനോഹരമായിട്ട് പാടി, നല്ല ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല ആതിരയുടെ വോയിസിന് ആപ്റ്റ് ആയിട്ടുള്ള സോങ് ആതിര തിരഞ്ഞെടുത്തു. ഇത് ആതിരയ്ക്ക് എന്തോ ഒരു പ്രത്യേക ഒരു അറ്റാച്ച്മെന്റ് ഉള്ള ഒരു സോങ് ആണെന്ന് എനിക്ക് ഇത് പാടിക്കഴിഞ്ഞപ്പോൾ തോന്നുന്നു. ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ് അല്ലേ? ഭയങ്കര ഇഷ്ടമാണ്. ഈ കോൺഫിഡൻസ് അതാണ് വേണ്ടത് എല്ലാ കണ്ടസ്റ്റൻസിനും. ആതിരയ്ക്ക് ആതിര അത് ആ ഒരു പരിഭ്രമമില്ലാതെ ഒന്ന് പാടാൻ സാധിച്ചു ആതിരയ്ക്ക്. ഞാനതിന് മുന്നേ കുറെ പരിഭ്രമിച്ചു സാർ. അതെ, നമ്മുടെ ഷോ തുടങ്ങിയ സമയത്ത് എന്താ പറഞ്ഞു? ഒന്നുകൂടെ പറയൂ. ഞാനതിന് മുന്നേ കുറെ പരിഭ്രമിച്ചു. എന്താ കാരണം? അല്ല, മുൻപ് ഇങ്ങനെ പെർഫോം ചെയ്യാനായിട്ടുള്ള കോൺഫിഡൻസ് കുറച്ച് കുറവും, അതുപോലെ സാറെന്ന് പറഞ്ഞില്ലേ പ്രാക്ടീസ് കുറവും. അതെ, പിന്നെ ഞാൻ സ്കൂളിൽ പോയിട്ടില്ല. പിന്നെ പോയിട്ടില്ല. അത് ശരി, പിള്ളേരെ പഠിപ്പിക്കലൊക്കെ പിന്നെ ആദ്യം ഞാൻ പഠിക്കട്ടെ. പിന്നെ സ്കൂളിൽ പോയിട്ടേ ഇല്ല. പിന്നെ പോയിട്ടില്ല. ഞാൻ ലീവ് ചോദിച്ചു. അതിന്റെ ഒരു ഗുണം ഒന്ന് കണ്ടു എന്തായാലും. അതിന്റെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എന്തായാലും കൺഗ്രാറ്റുലേഷൻസ് ആതിര. താങ്ക് യു സർ. കൊള്ളാം. താങ്ക് യു മധുചേട്ടാ. മഞ്ജരി, ആതിര ചേച്ചി അസലായി പാടി. താങ്ക് യു ചേച്ചി. എന്താ പറയാ, ശരിക്കും തുടക്കം മുതൽ അവസാനം വരെ ആതിര ഇങ്ങനെ ഇൻവോൾവ് ആയി. ശരിക്കും ഒരു പടത്തില് ആതിര ഇങ്ങനെ ഒരു സ്റ്റുഡിയോയിൽ റെക്കോർഡിങ്ങിന് പാടുന്ന പോലെ തോന്നി. ഇപ്പൊ പാടിയതൊരു പ്രൊഫഷണലിസം ഉണ്ട്. അതെ, അമേസിങ് ആതിര. ശരിക്കും ആതിരയുടെ ഈ ഒരു വളർച്ച, ഈ സംഗീത ജേർണി, ഈ യാത്രയിൽ ഉണ്ടായിട്ടിരിക്കുന്ന മാറ്റങ്ങൾ ശരിക്കും എനിക്ക് ഫീൽ ചെയ്യാം. അഭിമാനം കൊള്ളുന്നു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മഞ്ജരി. താങ്ക് യു നദിയ മാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് എല്ലാം പാട്ടുകാർ ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ ദിസ് എസ്പെഷ്യലി സ്കോർസ് ഈവൻ ഹയർ. ആതിര മാത്സ് ടീച്ചർ എന്നല്ലേ പറഞ്ഞ? സോ ഇന്ന് കണക്കിട്ടത് ശരിയായി. കണക്കൊക്കെ ശരിയായി. കണക്കെല്ലാം ശരിയായി. കണക്ക് കൂട്ടിയത്. അതെ അതെ. സോ ഇറ്റ് വർക്ക്ഡ് ഔട്ട് റിയലി വെൽ. പക്ഷെ സ്കൂളിൽ എന്താ പോവാഞ്ഞ? അല്ല, നമ്മൾ ആക്ച്വലി 2 weeks ബാക്ക് ആണെന്ന് തോന്നുന്നു നമ്മൾ HM ഒരു റിക്വസ്റ്റ് ഒക്കെ കൊടുത്തിരുന്നു. നമ്മൾ പബ്ലിക്കായിട്ട് നമ്മുടെ ആതിരയ്ക്ക് കുറച്ച് ലീവ് കൊടുക്കണം, ആതിരയ്ക്ക് ക്ലാസ് ഉള്ളത് കാരണം ശരിക്കും പ്രാക്ടീസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന്. അപ്പൊ എന്തായാലും HM ആ ഒരു റിക്വസ്റ്റ് സ്വീകരിച്ചു അല്ലേ? പിറ്റേ ദിവസം റിപ്ലൈ തന്നു. ഓക്കെ. അപ്പൊ നമ്മൾ പറയൂലേ എന്തായാലും താങ്ക് യു. അതെ. സോ കോൺഗ്രാറ്റുലേഷൻസ് ആൻഡ് കീപ് ഗോയിങ്. താങ്ക് യു മാം. താങ്ക് യു. ചേച്ചി, ആതിരക്കുട്ടി, ഒരു കുന്നോളം സന്തോഷമുണ്ട് കേട്ടോ. എനിക്ക് എത്ര സന്തോഷം എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. റിയലി റിയലി പ്രൗഡ് ഓഫ് യു ചക്രേ. റിയലി പ്രൗഡ് ഓഫ് യു കേട്ടോ. ആതിരയ്ക്ക് ഈ ഗോൾഡൻ ബസർ കിട്ടിയപ്പോ നിറ കണ്ണുകളോടുകൂടി ഇരിക്കുന്ന 2 ആളുകളുണ്ട് അവിടെ. ഹസ്ബൻഡിന്റെ അച്ഛനും അമ്മയാണ് അല്ലെ? എനിക്ക് തോന്നുന്നു അമ്മയാണ് കുറച്ചും കൂടി ഇമോഷണൽ ആയത്. അമ്മയെ ഈ വേദിയിലേക്ക് നമുക്ക് വിളിക്കാൻ തോന്നുന്നു. അമ്മ പ്ലീസ്. അമ്മ നമ്മുടെ ആതിരയുടെ പെർഫോമൻസ് കഴിഞ്ഞപ്പോ തന്നെ ഓടി രക്ഷപ്പെടാൻ നോക്കി, നമ്മളവിടെ പിടിച്ചിരുത്തി. അമ്മ ദാ ഫിനാലയ്ക്ക് മുമ്പ് ആതിര ഗോൾഡൻ ബസർ നേടിയിരിക്കുകയാണ്. ഫിനാലയ്ക്ക് ഈസി ആയിട്ട് കടക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലാണ് ആതിര എത്തിയിട്ടുള്ളത്. അമ്മയും പച്ചയിലാണല്ലോ ഇന്ന്. അതെ, അതാണ് മൊത്തത്തിൽ പച്ച പിടിച്ചത്. സംഗീതം മോൾക്ക് കിട്ടിയ പോലെ തന്നെ ഭാഗ്യമാണ് ഇങ്ങനെ ഒരു അച്ഛനെയും അമ്മയും ഭർത്താവിനെയും കിട്ടിയത്. മുറുക്കി പിടിച്ചോ അമ്മയും അച്ഛനും? മുറുക്കി പിടിച്ചിട്ടുണ്ട്. താങ്ക് യു. അമ്മയും പാടുവോ? പാട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴേക്ക് അമ്മ ഓടിപ്പോയി. ആതിര ഹാപ്പി ആയില്ലേ? ഓ ഹാപ്പി. ഈ പടത്തില് നമ്മുടെ മധുചേട്ടൻ ഒരു ഉഗ്രം പാട്ട് തുടക്കത്തില് ഞാൻ പറഞ്ഞു. ഞാനും ജിൻഷ നാണു എന്ന് പറഞ്ഞ കുട്ടിയുണ്ട്. അതെ, രണ്ടുപേരും കൂടി. അതൊന്ന് എനിക്ക് കേൾക്കണം പ്ലീസ് മധുചേട്ടൻ. ஏனோ இதயம் தீம் தீம் சொல்லுதே, ஏனோ மனமும் தோம் தோம் சொல்லுதே, தனிமையை சுகமாகும் இனிமையை இனி நாளும் காதல்
மோதல் எனக்குள்ளே எந்தே ஹிருதய தாளம் முருகியோ എന്തേ കണ്ണിലിളമീൻ തുള്ളിയോ കലകി. ഇതില് വേറൊരാള് കൂടെ പാടിയിട്ടുണ്ട് ഈ അതെ. പടത്തില്. നമ്മുടെ നമ്മുടെ ഗ്രൂമർ സിയാദ്. തകതക എന്ന് പറഞ്ഞൊരു പാട്ട് ഈ പടത്തില് സിയാദ് സിയാദാണ് പാടിയിട്ടുണ്ട്. പാടിയിട്ടുള്ളത്. നമ്മുടെ ഗ്രൂമർ ആണ്. ഇവിടെ ഉണ്ടല്ലോ കാണാൻ. സിയാദ് എവിടെ ഉണ്ട്? സിയാദേ സിയാദ് വരൂ, സ്റ്റേജിലേക്ക് വരൂ സിയാദ്. സിയാദ് കറക്റ്റ് മ്യൂസിക് കേട്ടത് അല്ലേ? സിയാദേ ചേട്ടാ, എന്താ പറഞ്ഞ ഈ പടത്തിൽ എന്താ ബന്ധം എന്ന് പറഞ്ഞേ? ഇതിലൊരു ചെറിയൊരു ആദ്യത്തെ എൻ്റെ ഒരു പാട്ട് ഈ പടത്തിലാണുള്ളത്. ആണോ? അതൊന്ന് നാല് ലൈൻ കേൾക്കട്ടെ. കേക്കട്ടെ. മിന്നാമിനി തിക്ക് 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 കണ്ണാന്തുമ്പി നൊക്ക് 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 കുഞ്ഞാങ്കിളി പാടി വാ 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 തത്തി തത്തി പറക്കണ ചാനൽ കിളി നട്ടു നനച്ചൊരുക്കിയ മോഹക്കനി കുത്തിക്കൊണ്ട് പറക്കണ കുഞ്ഞാങ്കിളി പാടി വാ 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 പാടാത്ത പാട്ടുമായി പാണ്ടി വേണം കൊട്ടി പാടി വാ കാണാത്ത കാഴ്ചകൾ കണ്ട കാര്യം ചൊല്ലാനോടി വാ തിന്നത്തോ തിക്ക് നക്ക് തക്ക മിന്നാമിനി തിക്ക് 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 കണ്ണാന്തുമ്പി നൊക്ക് 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 കുഞ്ഞാങ്കിളി പാടി വാ 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 കലക്കി കലക്കി. താങ്ക് യു. ഈസി അല്ല അത് പാടാൻ, ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതെ, ഗ്രൂമർ എങ്ങനെയാണ് പിന്നെ അതെ. എങ്ങനെയാ മത്സരാർത്ഥികൾ ഗോൾഡൻ അതെ. ബസർ നേടാതെ പോവാ? അതെ 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 അതെ. താങ്ക് യു. ഉഗ്രൻ ഉഗ്രൻ സിയാദേ, സൂപ്പർ സൂപ്പർ. ഓക്കെ, അപ്പൊ ആശാൻ കളിക്കോ? അപ്പൊ ഗുരുവും ശിഷ്യും ഇറങ്ങിക്കോളൂ. പടി ഇറങ്ങിക്കോളാം. മേലല്ല